കെ വിഭാഗം മർക്കസിലുള്ള മുടിയെ സംബന്ധിച്ച് പ്രധാനമായി പറയുന്നത് അത് അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുമുടിയാണ് എന്നതിന് സനദില്ല. വായിച്ചത് സനദല്ല, ഇതിന് സനദില്ല. ഇത് ദീനിന്റെ വിഷയമാണ്. ദീൻ സനദില്ലാതെ ദീൻ സ്വീകാര്യമല്ല. ഇത് തന്നെ ഉലമാക്കളടക്കം പറയുന്നു. ഇനി അതല്ല രസം, കൂട്ടിച്ചേർക്കുന്നു. ഇനി സനത് കൊണ്ടുവന്നാലും ഏപ്പല്ലേ കൊണ്ടുവരുന്നത് സ്വീകാര്യമല്ല. പിന്നെന്തിനാ ഈ സനത് ചോദിക്കുന്നത്? ഇനി ഏപ്പല്ലേ കൊണ്ടുവരുന്നത് എന്നാലും സ്വീകാര്യമല്ല. ഇതിൽ ഞാൻ ശ്രദ്ധിച്ചു നോക്കുമ്പോ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ മുശാവറയുടെ തീരുമാനത്തിൽ തന്നെ സനദില്ലാത്തത് കൊണ്ട് സനത് പറയുന്നത് വരെ ആരും വഞ്ചിതരാകരുത് എന്നാണ്. അപ്പൊ സനത് പറഞ്ഞാലോ എന്നൊരു പ്രശ്നം അതിൽ തന്നെ ഉണ്ടല്ലോ. അതിനെപ്പറ്റി ഇതിന്റെ മുൻപിലുള്ള പ്രസംഗകന്മാർ, SKSSFന്റെ പ്രസംഗകന്മാർ, SYSന്റെ പ്രസംഗകന്മാർ, അതായത് EK സമസ്തന്റെ യുവപ്രസംഗകന്മാർ, അവർ പറഞ്ഞു നടക്കുന്നത് ഇനി എവിടുന്നെങ്കിലും ഇയാൾ തേടി പിടിച്ചിട്ട് ഒരു സനത് കൊണ്ടുവന്നാലോ എന്ന് ഞങ്ങളുടെ ഉസ്താദുമാരോട്, സമസ്തന്റെ ഉലമാക്കളോട് ചോദിച്ചു. അപ്പൊ അവർ പറയുന്നത് അയാൾക്കത് സനത് കിട്ടൂല എന്ന് പറഞ്ഞു. സനത് കിട്ടൂല എന്ന് പറഞ്ഞിട്ടാണ് ഈ തീരുമാനം അവർ എടുക്കുന്നത് അർത്ഥം. ഞാനതിന്റെ ഒരു ഔദ്യോഗിക ഭാരവാഹി പ്രസംഗിക്കുന്നത് ശ്രദ്ധിച്ചു. ഒരു ഔദ്യോഗിക ഭാരവാഹി, ഇപ്പൊ സമസ്തനെ നിയന്ത്രിക്കുന്നത് അയാൾ പ്രസംഗിച്ച എന്താ? ഇപ്പൊ സമസ്ത തീരുമാനിച്ചത് സനത് കിട്ടോളം അതിലാരും വഞ്ചിതരാകരുത് എന്നാണ്. ഇത് പറയാനാണ് ഞാൻ വന്നത്. ഇത് കിട്ടിയാലോ, കിട്ടിയാൽ അപ്പം ചെയ്യും. എന്താ ചെയ്യേണ്ടതെന്ന് സമസ്തക്ക് അറിയും എന്നാണ്. ഇതിന്റെ മഫ്ഹൂമൊന്നും മൂപ്പര് നോക്കിയിട്ടില്ല. ഇത് കിട്ടിയാൽ എന്താ ഇനി ചെയ്യേണ്ടതെന്ന് അപ്പം സമസ്ത തീരുമാനിക്കും, അപ്പം അറിയാന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ സനത് കിട്ടൂലെന്ന് ഉറപ്പിച്ചിട്ടോ അല്ലെങ്കിൽ സനത് കിട്ടിയിട്ട് പിന്നെ തന്ത്രം വേറെ എടുക്കാം എന്ന് വെച്ചിട്ടോ ആണ് മുശാവർ സനത് ആവശ്യപ്പെടുന്നത്. EK സമസ്തന്റെ കുട്ടികളും EK സമസ്തയുടെ പ്രസംഗകന്മാരും സനത് ചോദിക്കുന്നതും. ഇരിക്കട്ടെ, ഇതങ്ങനെ തുടർന്നു കൊണ്ടുപോകാനുള്ള രണ്ട് കക്ഷിയുടെയും ഒരു ലെവലല്ലേ? ഇവർക്ക് ജീവിക്കണമെങ്കിൽ ഇത് വേണം. ഈ വിവാദമല്ലാതെ ഈ സംഘടനകൾക്കൊന്നും നിലനിൽക്കില്ല. ദീനിനു വേണ്ടി വല്ലെങ്കിലും ചെയ്യാനുള്ള വല്ല ആവശ്യം ഉണ്ടെങ്കിലല്ലേ. അത് പണ്ടൊക്കെ ഉള്ള ആളുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് മദ്രസ ഉണ്ട് ഇവിടെ. ആ മദ്രസ നടത്തുന്ന കാര്യമല്ല, അത് നമ്മളെ സമസ്തയുടെ രൂപീകരണ കാലത്തിന് ശേഷം വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടായ കാലത്തുള്ള ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അഭ്യുന്നരായ ശൈഖുന അടക്കമുള്ള നേതാക്കൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതങ്ങനെ തുടർന്നോളും. അതാണ് നമ്മുടെ ബലവെപ്പ്. മറ്റേ കൂട്ടരെ വെപ്പാണെങ്കിലോ, മറ്റേ കൂട്ടര് പിന്നെ ഒന്നായിട്ട് ആർഭാടല്ലേ, അതുണ്ടാക്കണം, ഇതുണ്ടാക്കണം, ആ സ്ഥാപനം വേണം, ഈ സ്ഥാപനം വേണം, ഇനി പലതരത്തിലുള്ള സിറ്റികളും വൈജ്ഞാനിക കേന്ദ്രങ്ങളും വേണം, അല്ലെ ഷാറ മുബാറക്ക് പള്ളി വേണം. ഇതൊക്കെയല്ലേ ഇപ്പൊ അവരെ ഉദ്ദേശം. ഈ ജാതി സൗധങ്ങളും സ്ഥാപനങ്ങളും അവരെ ഉദ്ദേശം. ദീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ ഇവർക്ക് ഇടപെട്ട് പരിചയമില്ല, ചിന്തിക്കാൻ നേരമല്ല. അപ്പൊ ഒറ്റ വെപ്പ ഇതൊരു ദീനീ വിഷയമാണ്. ദീനീ വിഷയത്തിന് സനത് വേണം. ഇന്ന ഹാദൽ ഇൽമ ദീൻ ഫൻദുറു അമ്മൻ തഖുദൂനഹു. ഇത് ഈ ഇൽമ എന്ന് പറയുന്നത് ദീനാണ്. ദീൻ ആരിൽ നിന്ന് പിടിക്കുന്നു നോക്കണം, സനത് വേണ്ടേ. ഇത് JP കൂട്ടരും തന്നെയാണ് ചിന്തിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം തുടക്കം മുതൽ ഈ സനത് മർക്കസിൽ വായിച്ചുകൊണ്ട്, സനതല്ലത് എന്ന് അവര് പറയുന്നുണ്ട്, ഞാനതിലൊന്നും ഇടപെടില്ല. സനതായാലും വേണ്ടില്ല, സനതല്ലെങ്കിലും അല്ല, സനതാണ്, മുഖ്തസറായ സനതാണ് എന്ന് AP വിഭാഗവും, അത് സനതേ അല്ല, അയാളുടെ നെസബാകുന്നു എന്ന് EK വിഭാഗവും പറയുന്ന ആ സാധനം, അത് വായിച്ച ആ ഘട്ടം മുതൽക്ക് അതിനെ ന്യായീകരിച്ചുകൊണ്ട് സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും അന്നത്തെ യോഗം മുതൽ പ്രസംഗിക്കുന്നത് ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ്, ദീനി ഇസ്നാദ് കൊണ്ടേ നിൽക്കുള്ളൂ, അതുകൊണ്ട് സനത് വേണം എന്നാ മൂപ്പർ അങ്ങനെ പ്രസംഗിച്ചത്. തുടങ്ങുന്നതും അങ്ങനെ തന്നെയാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ആ യോഗത്തിൽ പോയിട്ടില്ല, ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ്. ഇപ്പോഴും പല ആളുകൾ സംസാരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. കുടുങ്ങി ഇങ്ങനെ വന്നപ്പോ ബൈക്ക് തിരിയാനുള്ള എന്തെങ്കിലും ഒരു ചേരുവണ്ട് എന്നല്ലാതെ ദീനാണ് സനത് വേണം, ദീനാണ് സനത് വേണം എന്ന നിലപാട്. ഇത്
വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് നമ്മൾ ഓർക്കാതെ പറ്റില്ല. ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇത് എന്നതുകൊണ്ട് ഉലമാക്കന്മാർക്കും പണ്ഡിതന്മാർക്കും ഇതിനു നേരെ മൗനം അവലംബിക്കാൻ പറ്റില്ല. ഈ വിഷയം ഒന്ന് ഉണർത്തുക ഈ പരിപാടിയുടെ ഒരു ലക്ഷ്യമാണ്. അബദ്ധങ്ങൾ ഉണർത്തുക. അതിലെ ഒന്നാമത്തെ അബദ്ധം, തിരുനബിയുടെ ശേഷിപ്പും തിരുശേഷിപ്പുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ പ്രശ്നം ദീൻ അല്ല, ദീനീ കാര്യമല്ലാതെ, സെനത് വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു ദീനീ കാര്യമല്ലാതെ. എല്ലാവരും കൂടി കണ്ണ് മേപ്പെട്ട് കിടക്കണ്ട. ഇവര് ദീനീ കാര്യമാക്കാൻ വേണ്ടി ചെയ്യുന്നതാ, ഇത് തബറുക്കിന്റെ കാര്യല്ലേ, തബറുക്കിന്റെ കാര്യം ദീനല്ലേ എന്ന് അവസാനത്തിക്കെത്തിയിട്ട് എന്തോ ചർച്ചകൾ എടി നടക്കുന്നുണ്ട്. അവസാനത്തിക്കെത്തിയത് തബറുക്കിന്റെ കാര്യല്ലേ, തബറുക്കിന്റെ കാര്യം ദീൻ കാര്യല്ലേ. തബറുക്കിന്റെ കാര്യം അല്ലത്. തബറുക്കിന്റെ കാര്യത്തിൽ നിങ്ങൾ തമ്മിൽ തർക്കമല്ല. ഈക്കക്കാരും ഏപ്പിക്കാരും തമ്മിൽ തബറുക്കിന്റെ മസലയിൽ തർക്കമില്ല. തിരുനബിയുടെ ശേഷിപ്പുകൾ കൊണ്ട് തബറുക്ക് ചെയ്യണമെന്നും അത് തബറുക്ക് ചെയ്യൽ സുന്നത്താണ്, പുണ്യമാണ് എന്നും ഉപകാരപ്രദമാണ്, നേട്ടമുള്ളതാണ് എന്നും ആഖിറത്തിലും ദുനിയാവും ഉപകാരപ്രദമാണ് എന്നതിനും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുലമക്കും അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുലമക്കും തർക്കമുണ്ടോ? ഉണ്ടെങ്കിൽ അതല്ലേ കേൾക്കേണ്ടത്. ഇത് മുതബറക്ക് ബിഹിയാണോ എന്ന വിഷയം എവിടുന്നാ വരുന്നത്? ഇത് റസൂലുള്ളാഹി തങ്ങളുടെ മുടിയാണോ അല്ലേ, ഈ പ്രശ്നത്തിലാണ് തബറുക്ക് കൈമക്ക് വലിച്ചെടുക്കുക. തബറുക്കിൽ ഇവിടെ തർക്കമല്ല. റസൂലുള്ളാഹി തങ്ങളുടെ തിരുശേഷിപ്പുകൾ തബറുക്ക് ചെയ്യപ്പെടേണ്ട ഭാഗമാകുന്നു എന്ന കാര്യത്തിൽ ഏപ്പിക്കാർക്കും ഈക്കക്കാർക്കും തമ്മിൽ തർക്കമില്ല. നമ്മൾ സുന്നികൾക്ക് ആർക്കും തർക്കമില്ല. പിന്നെ എവിടെയാ തർക്കത്തിന്റെ പോയിന്റ്? മർക്കസിൽ സൂക്ഷിക്കപ്പെട്ടതും കൊട്ടിഘോഷിക്കപ്പെടുന്നതുമായ അവരുടേതെന്നും ഇന്ത്യയുടേതെന്നും പറഞ്ഞില്ലേ പണ്ട് EMSന്റെ ഒരു വാക്ക് എന്ന മാതിരി തിരുമുടിയാണെന്ന് അവരും തിരുമുടി അല്ലെന്ന് ഇവരും പറയുന്ന ആ മുടി അത് തബറുക്ക് ചെയ്യപ്പെടാൻ പറ്റുന്ന നബിയുടെ മുടിയാണോ നബിയുടെ മുടിയല്ലേ എന്നുള്ളയിടത്ത് ആ തർക്കം. അത് ദീനല്ല. മാ ശറഅഹുല്ലാഹു മിനൽ അഹ്കാം, അല്ലാഹു തആല ശരീഅത്താക്കിയ ഹുക്മുകൾ, അല്ലാഹുവിന്റെ ഹുക്മുകൾ, വിധിവിലക്കുകളാണ് ദീൻ. അല്ലാഹുവിന്റെ ഹുക്മുകളും വിധിവിലക്കുകളുമാണോ അത് സനദ് കൊണ്ടല്ലാതെ സ്ഥിരപ്പെടുകയില്ല. ഇൽമ് അത് ഒരിക്കലും സനദ് കൊണ്ടല്ലാതെ സ്ഥിരപ്പെടുകയില്ല. ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ്, ദീൻ നിലനിൽക്കുന്നത് ഇസ്നാദ് കൊണ്ടാണ്. ഇന്ന ഹാദൽ ഇൽമ ദീൻ, ഇൽമ് ദീനാണ്. കാരണം ദീനിന്റെ പ്രമാണമല്ലേ, ദീനിന്റെ പ്രമാണമായ ഇൽമ്. ഫൻദുറൂ അമ്മൻ തഖുലൂനഹു, അതാരിൽ നിന്നാണ് പിടിക്കുന്നത് എന്ന് ചിന്തിക്കണേ എന്ന് പറയപ്പെടുന്നതും ദീനാണ് ഇൽമ് എന്നതാണ്. അപ്പൊ ഇൽമ് എന്ന് പറയുന്നത് അൽ ഇൽമു മാ കാന ഫീഹി ഖാല ഹദ്ദസനാ, അൽ ഇൽമു മാ കാന ഫീഹി ഖാല ഹദ്ദസനാ വമാ സിവാ ദാക വസ്വാസു ശയാതീനി. ഹദ്ദസനാ ഫുലാനുൻ ഹദ്ദസനാ ഫുലാനുൻ ഹദ്ദസനാ ഫുലാനുൻ എന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞതായിട്ട് നബി വരെ മുട്ടുന്നതുണ്ടെങ്കിൽ അതാണ് ഇൽമ്. അൽ ഇൽമു ഖാല അല്ലാഹു ഖാല റസൂലു എന്ന ഹാഫിദ് ദഹബി പറഞ്ഞത്. ഖാലല്ലാഹു ഖാല റസൂലു ആണ് ഇൽമ്. ഖാലല്ലാഹു ഖാല റസൂലുമാണോ ഇത്? അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുമുടിയാണ് ഈ മർക്കസിലുള്ള മുടി എന്നതോ തിരുമുടി അല്ല എന്നതോ ദീനാണോ? അതൊരു ദീനീ വിഷയമല്ല. ഭൗതികമായ തെളിവുകൾ കൊണ്ടും ചരിത്രം കൊണ്ടും മനസ്സിലാക്കപ്പെടുന്ന വിഷയമാണ്. തിരുനബിയുടെ മുടിയാണെന്ന് തെളിഞ്ഞാൽ ബർക്കത്തെടുക്കപ്പെടുമെന്ന കാര്യത്തിൽ രണ്ടു കൂട്ടർക്കും തർക്കവുമില്ല. അപ്പോ ദീനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്നാദും സനദും ചോദിക്കുന്നത്. ദീനാണെന്ന മുഖദ്ദിമ തന്നെ ബാത്തില, ദീനാണെന്ന ബാത്തില. അതുകൊണ്ട് ഇതിന് ദീൻ എന്ന് പറയുന്നത് ശരിയല്ല. വിഷയം നല്ലോണം ശ്രദ്ധിക്കണം. തബറുക്കിന്റെ വിഷയമാണ് ദീനാണ് എന്നറിയുന്നത് ഒരു ചെറിയ കോട്ടിമാട്ടലാണ്, അതൊരു ചെറിയ തന്ത്രാണ്. തബറുക്കിന്റെ വിഷയത്തിൽ ഇവർ തമ്മിൽ തർക്കല്ല. ഉണ്ടെങ്കിൽ പറയട്ടെ, ഈ കെക്കാരും ഏപ്പിക്കാരും തമ്മിൽ തർക്കണ്ടോ? ഇത് നബിയുടെ മുടിയാണോ എന്നതാണ് വിഷയം. നബി തങ്ങളുടെ തിരുമുടിയാണെങ്കിൽ അത് ബർക്കത്തെടുക്കാൻ പറ്റുന്നതാണ് എന്നുള്ളതിൽ ഈ കെ സമസ്തക്കാർക്ക് കുഴപ്പമില്ല, തർക്കല്ല. ഏപ്പി സമസ്തക്കാരല്ലെങ്കിൽ തന്നെ ബർക്കത്തെടുക്കാൻ പറ്റുന്നല്ലേ കൊണ്ടുവച്ചത്. അപ്പൊ രണ്ടു കൂട്ടർക്കും അതിൽ തർക്കമല്ലല്ലോ. അതാണ് ഈ വിഷയത്തിലെ ദീനീ മർമ്മം. ഇത് ദീനല്ല.
ആണെന്ന് വെച്ചോളൂ. തിരുമുടി അല്ലാഹു തആലാന്റെ തിരുമുടിയാണോ റസൂലിന്റെ? അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുമുടിയാണോ അല്ലേ? തിരുശേഷിപ്പുകൾ നബിയുടേതാണോ അല്ലേ? ഇതാണ് വിഷയം. ഈ വിഷയത്തിൽ സനദ് ആവശ്യമുള്ളതാണ് എന്ന് പറയുന്നതും ഇത് ദീനാണ് എന്ന് പറയുന്നതും ഈ കാര്യത്തിൽ വന്ന ഒന്നാം അബദ്ധമാണ്. രണ്ടാമത്തെ അബദ്ധം, തിരുമുടി പോലുള്ള നബി തങ്ങളുടെ തിരുശേഷിപ്പുകൾ സനദുണ്ടെങ്കിൽ മാത്രമേ ആദരണീയമാവുകയുള്ളൂ, സനദുണ്ടെങ്കിൽ മാത്രമേ അതുകൊണ്ട് ബർക്കത്തെടുത്തൂടൂ, സനദില്ലെങ്കിൽ അത് തബറുക്കെടുക്കാൻ പറ്റുന്നതല്ല എന്ന് പറയുന്നതും തെറ്റാവുന്നു, അബദ്ധമാണ്. അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ തിരുശേഷിപ്പാണോ അല്ലേ എന്നത് സനദ് തെളിഞ്ഞെങ്കിൽ മാത്രമേ ആദരണീയമാകൂ, സനദ് തെളിഞ്ഞെങ്കിലേ ബർക്കത്തെടുക്കാൻ പറ്റൂ എന്ന് പറയുന്നതും ശരിയല്ല. അങ്ങനെ നിബന്ധനയില്ല. ഒരാൾക്ക് തനിക്കിത് ബർക്കത്തെടുക്കണമെങ്കിലും തനിക്കിത് നബിയുടെ തിരുശേഷിപ്പാണെന്ന് മനസ്സിലാക്കണമെങ്കിലും ഞാൻ സനദുണ്ടെങ്കിലേ വിശ്വസിക്കുള്ളൂ എന്ന് പറയാം. അത് അയാളുടെ സ്വന്തം കാര്യമാണ്. എല്ലാവർക്കും അങ്ങനെ സനദുണ്ടെങ്കിലേ ബർക്കത്തെടുക്കാൻ പറ്റൂന്നോ, സനദുണ്ടെങ്കിൽ മാത്രമേ തിരു എന്ന് ചേർക്കാൻ പറ്റൂ എന്നോ പറയുന്നത് അബദ്ധമാകുന്നു. കാരണം നബി തങ്ങളുടെ തിരുശേഷിപ്പുകൾ എന്നത് സനദുണ്ടെങ്കിൽ മാത്രമേ സ്വീകാര്യമാകൂ, അല്ലെങ്കിൽ ബോഡി വേസ്റ്റ് വലിച്ചെറിയണമെന്ന് വല്ല പറയും പോലെ പറഞ്ഞാൽ പറ്റില്ല എന്ന് മാത്രവുമല്ല, ഇപ്പൊ സനദില്ലാത്തത് കൊണ്ട് അത് മുടിയല്ലെന്ന് തിരിഞ്ഞു എന്നാണ് കൊടുത്തുക വാദത്തിൽ. തിരുമുടി അല്ലെന്ന് തിരിഞ്ഞു. അവിടെ എപ്പം വാദം? സമസ്തയിൽ നിന്ന് വിട്ടു മുഅല്ലിമീങ്ങളിലേക്ക് എത്തിയപ്പോ. സമസ്ത കേരള ജംഇയ്യ അങ്ങനെ തന്നെയാണല്ലോ, ഉലമയിൽ നിന്ന് വിഷയം മുഅല്ലിമീങ്ങൾക്ക്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മുശാവറ പറഞ്ഞത് സനദുണ്ടെങ്കിലേ സനദ് വരുന്നത് വരെയും ആരും വഞ്ചിതരാകരുത് എന്ന്. അതിന്റെ കഥ നമ്മൾ പറഞ്ഞല്ലോ. അതിന്റെ ശേഷം ഇപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ അതിന്റെ യോഗം ചേർന്ന പത്രത്തിലെ ഫോട്ടോ അടക്കമുള്ള റിപ്പോർട്ട് വന്നു പത്രത്തിൽ. ഇതിന്റെ മുമ്പ് ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ കൗൺസിലിലായിരുന്നു ഒന്നും പത്രത്തിൽ കൊടുക്കാറില്ല. അതൊരു സ്വകാര്യ ജനറൽ ബോഡിയല്ലേ. അതിന്റെ ഫോട്ടോ അടക്കം വന്നതിൽ ജംഇയ്യത്തുൽ മുഅല്ലിമീനിലെത്തിയപ്പോ, ഉലമയിൽ നിന്ന് മുഅല്ലിമീനിലെത്തിയപ്പോ അതിലുള്ളതും ഈ ഉലമാക്കളൊക്കെ തന്നെയാണ്. അതിരിക്കട്ടെ, എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ. ആ മുഅല്ലിമീങ്ങളിലേക്ക് എത്തിയവൻ പറഞ്ഞ് ഇത് നബിയുടെ മുടിയല്ലെന്ന് തിരിഞ്ഞതുകൊണ്ട് മാപ്പ് പറയണം, തെറ്റു പറയണം എന്നാ. എങ്ങനെ തിരിഞ്ഞു? സനദില്ലാത്തോണ്ട്. അങ്ങനെ പറയുന്നത് ശരിയല്ല. സനദുണ്ടെങ്കിൽ തിരുശേഷിപ്പുകളാവൂ എന്ന് പറഞ്ഞൂടാ. സനദുണ്ടെങ്കിൽ നന്നു, സനദുണ്ടെങ്കിൽ നന്നു, സനദുണ്ടെങ്കിലേ എനിക്ക് വിശ്വാസാകൂ, ഞാൻ ബർക്കത്തെടുക്കുള്ളൂ എന്നും പറയാം. സനദുണ്ടെങ്കിലേ നന്നുള്ളൂ എന്നും പറയാം. അങ്ങനെ കിട്ടിയെങ്കിൽ എന്ന് കൊതിക്കാം. ഇതാണ് മഹാനായ ഹാഫിദുൽ സഹബി തന്റെ സിയറു അഅലാമിൻ നുബല എന്ന ഗ്രന്ഥത്തിൽ അബീദത്ത് എന്ന റളിയല്ലാഹു അൻഹു